കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും 300 കോടി രൂപ വകമാറ്റാനുള്ള സർക്കാർ തീരുമാനം പിൻവലിക്കുക, സംസ്ഥാനത്ത് വ്യാജമദ്യവും മയക്കുമരുന്നുകളും തടയുക, ബാറുകളുടെ പ്രവർത്തന സമയം 12 മണിക്കൂറായി നിജപ്പെടുത്തുക, കള്ളുഷാപ്പുകളുടെ ദൂരപരിധി 400 മീറ്ററിൽ നിന്നും 200 മീറ്ററായി കുറയ്ക്കുക, മിനിമം വേജസ് നോട്ടിഫിക്കേഷൻ ഉടൻ പുറപ്പെടുവിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ INTUC നേതൃസംഗമം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ നടന്ന നേതൃസംഗമവും അനുമോദന ചടങ്ങും ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റും മിനിമം വേജസ് അഡ്വൈസറി ബോർഡ് മെമ്പറുമായ PG ദേവ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ അതിന്റെ പുറകിലുള്ള ചരിത്രവും പ്രവർത്തനവും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഞങ്ങൾ മിനിയാന്ന് നമ്മുടെ ഒരു കൺസിലിയേഷൻ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഇവിടെ ഡിമാൻഡ് ചെയ്തിട്ട് ജില്ലാ ലേബർ ഓഫീസർ കാസർഗോഡ് കൺസിലിയേഷൻ വിളിച്ചു. അവിടെ തൊഴിലാളി പ്രതിനിധി, തൊഴിലാളികളും മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധികളും എല്ലാം കൂടി ആ ഹോള് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ചർച്ച നടക്കുന്നതിന് മുമ്പ് DLO പറഞ്ഞു, എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ ജില്ലയിലെ 3 ആൾക്കാർക്ക് അവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച, പ്രാഗൽഭ്യം തെളിയിച്ച 3 തൊഴിലാളികൾക്ക് കാസർഗോഡ് ജില്ലയിൽ നിന്ന് തൊഴിൽ ശ്രേഷ്ഠ അവാർഡ് സ്റ്റേറ്റ് തലത്തിൽ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾ ഇത് അങ്ങോട്ട് പറയേണ്ട കാര്യം, പക്ഷേ അദ്ദേഹം അപ്പം ഇതിൻ്റെ ഒരു പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കള്ളിച്ചെത്ത് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് മെമ്പറുമായ തോമസ് സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ കള്ളിച്ചെത്ത് മേഖലയിലെ ഏറ്റവും മികച്ച തൊഴിലാളിക്കുള്ള തൊഴിൽ ശ്രേഷ്ഠ പുരസ്കാരം നേടിയ A. ഷിബുവിനെ PG ദേവ് ആദരിച്ചു. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി P. ബാലകൃഷ്ണൻ, P. അരവിന്ദൻ, CC ജോർജ്, PK അജി എന്നിവർ സംസാരിച്ചു. S. ഷൈജു സ്വാഗതവും A. ഷിബു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.